ചിത്ര ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾക്ക് ഡിന്നർ. ചിത്ര ചേച്ചി ഇങ്ങനെ നമ്മളുടെ ചോറ് വിളമ്പിത്തരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ മോളെ മാറിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റും. അപ്പൊ എനിക്കിത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കേസ് ചിത്രയാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര അനുഭവം. കേസ് ചിത്ര എൻ്റെ അടുത്തൊന്ന് മാറുമോ മോളെ എന്നൊക്കെ പറയുന്നത്. കുട്ടികൾക്ക് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന പേര് സ്റ്റാർ സിംഗർ എന്ന് വരുള്ളൂ. അപ്പൊ നമ്മള് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെന്നെ വേറൊരാളടുത്ത് പരിചയപ്പെടുത്താണ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തേക്ക് ആൾ ആദ്യം ചോദിക്കുക സ്റ്റാർ സിംഗർ ആണോ എന്ന് ചോദിക്കുന്നു. പാടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എത്രത്തോളം ടെൻഷൻ ഇല്ലാണ്ട് പാടാൻ പറ്റുന്നു അത്രത്തോളം നന്നായി. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പാടാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കുറവായിട്ട് തോന്നിയത്, ഐ മീൻ കുറഞ്ഞു പാടാൻ പറ്റിയത് സ്റ്റാർ സിംഗറിന്റെ വേദിയിലാണ്. മലർത്തേനെ മദന കുഴമ്പേ മാനേ മധുര കരിമ്പേ ഹൃദയം അവൻ എല്ലാ പാട്ടും അറിയാം, പക്ഷെ പറഞ്ഞു തരണം പാട്ട് അതല്ല, തെറ്റി, ഇതല്ല പാട്ട്, തെറ്റി അല്ല. ബാലഗോപാലനെ എന്നതിപ്പിക്കുമ്പോൾ പാടടി. ക്ലൂ ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാമനൻ ടീമാണ്. മാവേലി ടീമിന് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുള്ള. ഇനി നമുക്ക് നിങ്ങളുടെ അവിടെ ഇങ്ങനെ സെറ്റില് ഓണക്കളികളോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും തമാശകളോ രസങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? വടംവലി ഉണ്ടായിരുന്നു. ആണോ? അപ്പൊ അതെങ്ങനെയാ നിങ്ങൾ ടീമാക്കിയതൊക്കെ എങ്ങനെയാ? വടംവലിക്കൊക്കെ എങ്ങനെയാ? ഓ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാനിപ്പോ എന്റെ രീതിയിൽ ഞാൻ ഇവിടെ ടീം ആക്കാനായിട്ട് ഈ ഒരു സൈഡ് മൊത്തം മാവേലി ടീം കൊടുക്കാം അല്ലെ? മാവേലി ടീം, ഇപ്പുറത്തെ സൈഡില് വാമനൻ ടീം. ഓക്കെ, അങ്ങനെ ടീം ഇത് ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ കൂടെ ഇവിടെ ഒരു ഗേൾ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു ഗേൾ സപ്പോർട്ട് ഉണ്ട്, നന്ദയുണ്ട്, അനുശ്രീ ഉണ്ട്. നിങ്ങളെ തന്നെ ടീം ലീഡർ. ഓക്കെ, നന്ദയും അനുശ്രീയും ടീം ലീഡർ, ടീം എയും മാവേലിയും വാമനനും. അപ്പൊ എന്താന്ന് വെച്ചാല് രണ്ടുപേർക്കും തരാൻ പോകുന്നത് ഞാൻ ചില പാട്ടുകളുടെ ഇടയ്ക്കുള്ള വരികളൊക്കെ തരും. നിങ്ങൾ അത് പാട്ട് കണ്ടുപിടിച്ച് പാടണം. 4 വരിയെങ്കിലും പാടണം, അല്ലാതെ തുടങ്ങിയിട്ട് നിർത്തി കഴിഞ്ഞാൽ തോക്കും, പോയിന്റ് തരില്ല. 4 വരിയെങ്കിലും കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റിയാൽ മാത്രം നിങ്ങൾ ജയിച്ചായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഓക്കെ, അതായത് ഒരു പാട്ടിന് 3, ഒരാൾക്ക് 2 പാട്ട് വീതം ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൊത്തം 6 ഉണ്ടാവും. 2, 4, 6. അതേപോലെ 2, 4, 6. ഓക്കെ, ഒറ്റയ്ക്ക്. പക്ഷെ ഗ്രൂപ്പിന് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പൊ 4 പേര് ഒറ്റയ്ക്ക് അറിയില്ലെങ്കിലും ഗ്രൂപ്പിന് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തോണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളൊന്ന് ലീഡ് ചെയ്ത് പാട് ഓരോരുത്തരായിട്ട്. ഓക്കെ, അപ്പൊ എന്നാ മ്യൂസിക് കാർഡ്സ് കിട്ടിയാൽ നമുക്ക് തുടങ്ങാമായിരുന്നു. അപ്പോൾ എന്നാൽ ഫസ്റ്റ് നമുക്ക് മാവേലിയുടെ ടീമിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇദ്ദേഹം തന്നെ ആദ്യം എടുത്തോളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തോളൂ, ഐശ്വര്യപൂർണമായിട്ട്. ആദ്യം സ്വന്തം ഇതിൽ പാടാൻ നോക്കും. പറ്റിയില്ല, ഒട്ടും പറ്റുന്നില്ല, മാത്രം നമുക്ക് കൂട്ടുകാരുടെ ഹെൽപ്പ് എടുക്കാം. വായിക്കൂ, എന്താ എഴുതിയേക്കുന്നത്? കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു. അതറിയാലോ, കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു. അയ്യടാ, മാവേലി ടീമിനോ ഒന്നും പറഞ്ഞു തരില്ല. കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു പണ്ടത്തെ ഫേമസ് പാട്ടല്ലേ? നിങ്ങക്ക് കിട്ടിയോ? ഹെൽപ്പ് ചെയ്യരുത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യരുത്. ഇതാ പാട്ടിന്റെ ഇടയ്ക്കുള്ള വരിയത്. പാടി നോക്കൂ. കുറി വരച്ചു പാടി. നിങ്ങൾ എത്ര പാട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർ സിംഗേഴ്സിൽ പോയിരിക്കുന്നത്? അത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കസ്തൂരി മഞ്ഞൾ തന്നെ പറയാൻ പറ്റില്ല. ഞാനിപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങും. ഞാൻ ഇനി ഈ ടീമിനോട് കൂടാൻ പോവാ. വാമനൻ ടീം 5, 4, 3, 2, 1. പോയി ടൈം ഔട്ട്. മാവേലി എന്നോട് എന്തിനീ പിണക്കം?
കണ്ടാ അടി കിട്ടും. അതൊക്കെ കിട്ടില്ലേ? മാർക്ക് മാവേലിക്ക് വട്ട 0 മാർക്കാണ് മാവേലി ടീമിനെ കിട്ടിയിരിക്കുന്നത്. അത് തന്നോളൂ കേട്ടാ. 50-50യോ? എന്തിനു 50-50? തോപ്പിച്ച് ഇതാക്കിട്ടോ, തോപ്പിച്ച് ഇതാക്കിയിട്ടാണ് 50-50 ചോദിക്കണത്. സ്റ്റാർ സിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ താരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പാട്ട് ഇത്രയും നല്ല പോപ്പുലർ ആയിട്ടുള്ള പാട്ട് തന്നിട്ട് ഇനി വാമനന്റെ നമുക്ക് ഈ ഒരു ഇതിന്റെ കൂടെ വെച്ചിട്ട് മാനം കാക്കണം കേട്ടോ. നിങ്ങൾ ഇത് ഈ പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇഷ്ടപ്പെട്ട പറഞ്ഞ ആരെടുക്കുന്നത്? അത് കുഴപ്പമൊന്നുമില്ല. എന്നാ ആരെന്നാ എടുക്ക്, ആരെങ്കിലും എടുക്കും. എടുത്ത ഉടനെ വായിക്കും. അതിൽ എന്താ എഴുതിയേക്കുന്നത്? മലയാളം വായിക്കാൻ അറിയില്ലേ? ചുണ്ടിൽ ജപമാകും. ആ, ചുണ്ടിൽ ജപമാകും. ഏതാ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യരുത് കേട്ടാ. നിങ്ങൾക്ക് എന്തായാലും തോൽവിയായി. അവരെ സഹായിക്കണ്ട. ചുണ്ടിൽ ജപമാക്കും. പാടി നോക്ക് പെട്ടെന്ന്, പാടി നോക്ക് പെട്ടെന്ന്. കിട്ടുന്നില്ല. ആ ശരി ശരി ശരി. നിങ്ങളും ആലോചിച്ചോ. കുറച്ച് മാർക്ക് തരാം അപ്പൊ കേട്ടോ. ചോദിക്കാം, കുറച്ച് മാർക്ക് കിട്ടാൻ പാസ് ചെയ്ത് വരെ. പാട്ട് കിട്ടിയോ? ജപമാകും. ചുണ്ടിൽ ജപമാകും. ഏത് പാട്ടാന്ന് ആലോചിച്ച് നോക്ക്. 5 4 3 2 1. ഇവിടെ കിട്ടിയോ? ഇല്ല. ഇനി കുറച്ചും കൂടെ ക്ലൂ കൊടുക്കാട്ടോ പാവങ്ങള്. അടുത്ത പ്രാവശ്യത്തെ തന്നെ കുറച്ചും കൂടെ ക്ലൂ തരാം. ഓക്കെ, ഇതിൽ കൊടുത്താൽ ഫെയർ ആവില്ല. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഇല്ല ഇല്ല. ഓഹോ, എന്തു പറഞ്ഞാലും കുറച്ച് 1-2 ക്ലൂ കൂടെ കൊടുക്കാം കേട്ടോ പാവങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ പാവം കുട്ടികളായതുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് മാത്രം നമ്മൾ കുറച്ച് ടഫായിട്ട് കൊടുത്തു. ഇവർക്ക് പാട്ടുകൾക്ക് അറിവ് കുറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ക്ലൂ തരാം. ശരി, നമ്മുടെ പാവം സ്റ്റാർ സിംഗേഴ്സ് അല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ക്ലൂ കൊടുക്കാണ്. അപ്പോൾ അടുത്ത ഇനി ഇപ്പത്തെ ഫസ്റ്റില് 2 പേർക്കും 0-0. മാവേലിയും വാമനനും എല്ലാം 0-0 നിൽക്കുക. മാനം കാക്കാൻ അടുത്തത് അനുശ്രീ. ഐശ്വര്യപൂർണ്ണമായിട്ടൊരു കാർഡ് എടുത്ത് എന്നിട്ട് പെട്ടെന്ന് വായിച്ചോളൂ. ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തിട്ട് പെട്ടെന്ന് വായിച്ചിട്ട് നന്നായിട്ട് പാടിക്കോളൂ. പിച്ചകപ്പൂമണം. 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 കുറച്ചും കൂടെ വരി കിട്ടൂ. വരി കിട്ടൂ, കുറച്ചും കൂടെ വരി കിട്ടൂ. ചോദ്യം ഉണ്ടാക്കിയ ആളുടെ അടുത്ത് ചോദിക്കട്ടെ. 1-2 ക്ലൂ കൂടെ കൊടുക്കാൻ പറ്റുമോ? വരി കുറച്ചുകൂടി ലെങ്തി കിട്ടിക്കാൻ നമുക്ക് പറയാൻ പറ്റും. അതെ, വേറെ ക്ലൂ കൂടെ തരാം കേട്ടോ. ആലോചിച്ചോണ്ടിരിക്കും, ഇപ്പൊ തരാം. എന്തായാലും നമുക്ക് ഇതിലൊന്ന് ആലോചിച്ച് നോക്കാം. എന്തായിരുന്നു? എന്താ എഴുതിയേക്കുന്നത്? പിച്ചകപ്പൂമണം. പിച്ചകപ്പൂമണം. പിച്ചകപ്പൂ അല്ല, അതല്ല. പിച്ചകപ്പൂമണം. നമുക്ക് ആർക്കെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിച്ചകപ്പൂമണം. ചോദ്യം ഉണ്ടാക്കിയത് എന്തോ? ജയറാമേട്ടന്റെ ഒരു ഹിറ്റ് മൂവിയിലെ പാട്ടാ. തകർത്ത് അഭിനയിച്ചൊരു പാട്ട് ഇതാണ്, പിച്ചകപ്പൂമണം. അയ്യോ, അങ്ങനെ ആലോചിച്ച് നോക്കിയേ. നായികനെ ഡോക്ടർ ആക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന നായകൻ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സിനിമ നായകനെ. അയ്യോ, എന്നാലും ഒരു ക്ലൂ, പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൂ കൊടുക്കാം. 1-2 പേര്. അയ്യോ, എന്നാലും പാവങ്ങളല്ലേ, പാവം. അയ്യോ, ആയില്യം കാവിലെ. കിട്ടിയില്ലേ? ഇനി കിട്ടില്ല, ഞാൻ ഇത് വെച്ച് അടിക്കും. അതന്നെ, ഞാൻ പറയിപ്പിക്കുകയാണല്ലോ. ഇത് ഫെയർ അല്ലോട്ടോ. എന്തെങ്കിലും സമ്മാനം ഇവിടെ നിന്ന് കിട്ടിയാല് എനിക്കും കൂടെ കിടോ. പ്രൊഡ്യൂസർ പാടണമെന്നില്ല. അത് തന്നെയാണിത്, മനസ്സിലായോ? അപ്പൊ കപ്പും കൊണ്ട് പോകുമ്പോ എന്നെ ഓർത്തോണം കേട്ടല്ലോ. നിങ്ങൾ ഇപ്പൊ ശരിക്കും എത്ര പാട്ട് ഇതുവരേക്കും അതിന് വേണ്ടിട്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്? സ്റ്റാർ സിംഗേഴ്സിന് വേണ്ടിട്ട് ഇതുവരേക്കും? അപ്പൊ അതിനകത്ത് ഈ പാട്ട് പഠിച്ചിട്ടില്ല. പെട്ടെന്ന് കണക്ട് ആവുന്നില്ല. അത് നമുക്ക് സ്റ്റാർട്ടിങ് എന്തെങ്കിലും കൂടെ ഒന്ന് കൊടുത്ത്, പാവം കുട്ടികളല്ലേ, അവര് കപ്പും കൊണ്ട് പോട്ടെ. ഓക്കെ,
സ്റ്റാർട്ടിങ് വേണ്ട, ഒറ്റ ഞങ്ങൾക്ക് ഒരു വാക്കിൽ point വരെ. ഉണ്ടല്ലോ. രണ്ട് മൂന്ന് വാക്ക്. ഒരു 2-3 വാക്കുകൾ കിട്ടിയാലും മതി. ആ, അത് കിട്ടിയത്. 2-3 വാക്കുകൾ കൂടെ കിട്ടി പാവക്കുട്ടികൾ. ഇതിലെ ക്ലൂ വന്നാൽ ആ ശരി, ഇഷ്ടമാണ്. നന്ദി എടുത്തോ, നമുക്കറിയാം, നോക്കണം. വായിച്ചോ, ഉറക്ക വായിക്കും. കഥ തുടരുന്നു. ഇളവേൽക്കാൻ മോഹം. ഇളവേൽക്കാൻ മോഹം. ഇളവേൽക്കാൻ ഇളവേൽക്കാൻ മോഹം അറിയാലോ ഇത്. അല്ലേ? കേൾക്കുമ്പോ നല്ല ഇളവേൽക്കാൻ മോഹം. എനിക്കറിയാം. മറ്റേ എനിക്കറിയോ? ഇളവേൽക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾ പാടിക്കൊണ്ട് നടന്ന പാട്ടാ. അയ്യോ നിങ്ങളെ ആരോ പാടിക്കൊണ്ട് നടന്ന പാട്ടാ. ശ്രീരാഗമോ അതിനകത്ത് ഇളവേൽക്കാൻ മോഹമുണ്ടോ? അതിനകത്ത് ഇളവേൽക്കാൻ മോഹം. Correct, correct. അപ്പോൾ അങ്ങനെ മാമിനൻ ടീം 2 പോയിന്റ് നേടിയിരിക്കുകയാണ്. അപ്പൊ 1-1. നിങ്ങളും 1, നിങ്ങളും 1. ടൈ ആണ്. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ക്ലൂ തരേണ്ടി വന്നു. ഇവർക്ക് അധികം ക്ലൂ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് കിട്ടിയ 1 കുറച്ച് ഒരു ചീട്ടിങ് തന്നോ, ചീട്ടിങ് തന്നോ, ആ ചീട്ടിങ് തന്നോ. ഇനി നമ്മൾ പെട്ടെന്ന് അടുത്ത ഇനി ഒരു പാട്ടും കൂടിയാണുള്ളത്. ആ ഏതാ? ശരിയാണല്ലോ. നിന്റെ മന്ദഹാസം മാത്രം. നിന്റെ മന്ദഹാസം മാത്രം. ഏതാ അത്? ആ അവരല്ലേ പറയുന്നത്. നിന്റെ മന്ദഹാസം മാത്രം. വേറെ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ഇതേ പോലെ. അവര് കിട്ടിയില്ല, വെറുതെ പറഞ്ഞതാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഈ നിന്റെ മന്ദഹാസം മാത്രം. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്നും അറിയില്ല. പാട്ടിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരാണ് എന്റെ ക്രൂ മെമ്പേഴ്സ്. പ്രൊഡ്യൂസർ ഇതുണ്ടാക്കിയ പ്രൊഡ്യൂസർ കിട്ടാണ് അടി കൊടുക്കേണ്ടത്. ആ പറയൂ. മന്ദഹാസം മാത്രം. പറ്റില്ല, വേണ്ട, മന്ദഹാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കണ്ട. എന്തിനാ? നിങ്ങൾ എല്ലാരും ഒരു 10-35 പാട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനകത്തൊന്നും ഉള്ള പാട്ടല്ലായിരുന്നു ഇത്. നീ എന്നെ വല്ലാണ്ട് ടെൻഷൻ ആക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല ആണല്ലേ? ചേട്ടാ ഗൂഗിൾ ചെയ്ത് നോക്കും പിള്ളേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ക്ലൂ എന്താ? എന്താ മന്ദഹാസം മാത്രം? അല്ല അല്ല, അയ്യോ, നിങ്ങളെന്തെങ്കിലും ഗൂഗിൾ ചെയ്ത് പറഞ്ഞു കൊടുക്കുക പ്ലീസ്. മന്ദഹാസം മാത്രം വെച്ച് നമ്മുടെ പ്രൊഡ്യൂസർക്ക് പറ്റിയ കണ്ടസ്റ്റന്റ് ഇതാണ്. ഫൗളുണ്ട്. ഞാനിങ്ങനെ സംഭവം കറക്റ്റ് ആണ്. പാടി കഴിഞ്ഞു. 3 പേർക്ക് ഓരോന്നും കൊടുത്തു. ഇനി വേണോ? ആണോ? ഓരോന്നും കൂടെ കൊടുക്കണം. അപ്പൊ നാക്കാട് നന്നിക്കൂ. അപ്പൊ ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ ഇവര് വീണ്ടും മിടുക്കരാണ്. വീണ്ടും 2 പോയിന്റ്. വീണ്ടും ടൈൽ വന്ന് നിൽക്കുക. ഇവരെ കൊണ്ട് ഞങ്ങൾ പാടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇദ്ദേഹം ആലോചിച്ച് കണ്ടുപിടിച്ചു. പ്രൊഡ്യൂസർക്ക് പോലും കിട്ടില്ല. ചോദ്യം ഉണ്ടാക്കിയ പ്രൊഡ്യൂസർക്ക് വരെ മനസ്സിലായില്ല ഏത് പാട്ടെന്ന്. പക്ഷെ മിടുക്കൻ കേട്ടാ. അപ്പോൾ ഇനി അടുത്തത് ആരെടുക്കുന്നേ? ഭവീൻ. ഐശ്വര്യപൂർണമായിട്ടൊരു കാർഡ് എടുത്തു. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? പൂവിന്റെ നെഞ്ചിൽ. പൂവിന്റെ നെഞ്ചിൽ. പൂവിന്റെ നെഞ്ചിൽ. പൂവിന്റെ നെഞ്ചിൽ. നല്ല പരിചയം. നിങ്ങളും ആലോചിച്ചോ. നിങ്ങക്ക് പാസ് ചെയ്ത് കിട്ടും. പാസ് ചെയ്ത് കിട്ടും. വേണ്ടെന്നേ. പനീർപൂവിന്റെ അല്ല. പൂവിന്റെ നെഞ്ചിൽ. പൂവിന്റെ നെഞ്ചിൽ മഞ്ഞ. ആ ട്രൈ ചെയ്ത് നോക്ക്. ക്ലൂ എന്താ കൊടുക്കാൻ പറ്റുക? പൂവിന്റെ നെഞ്ചിൽ. ആ പൂവിന്റെ നെഞ്ചിൽ. ആ പൂവിന്റെ നെഞ്ചിൽ എന്താ? എന്താണ്? പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കൂടെ ക്ലൂ കൊടുക്കാം. ടൊവി അഭിനയിച്ച ടൊവിനോടെ സിനിമയിലെ പാട്ടാ. ആരോ നെഞ്ചിലാണ്. ആരോ നെഞ്ചിലാണോ? അതിനകത്തുണ്ടോ നോക്കിയേ. ആരോ നെഞ്ചിലോ? ടൊവിനോ അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. പൂവിന്റെ മാറും അല്ല. തീവണ്ടിയിലെ പാട്ടാണോ? തീവണ്ടിയിലെ പാട്ടുണ്ടോ? തീവണ്ടിയിലാണോ? ജീവാംശമായി. അതിനകത്തുണ്ടോ? കറക്റ്റ് ആൻസർ ആണ്. പാട്ടുണ്ടാക്കിയ പ്രൊഡ്യൂസർ ചരണം മാത്രം കേട്ടിട്ട് അതിനകത്ത് നിന്ന് എന്താ ഉണ്ടാക്കിയതാണ്. പ്രൊഡ്യൂസർക്ക് പനിഷ്മെന്റ് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. പാവം കുട്ടികളെ ഇത്ര വെള്ളം കുടിപ്പിച്ച്. സ്കോർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും അല്ലേ? ആ അതെ, നിങ്ങൾ ജയിക്കും. പക്ഷെ ഇവര് ജയിക്കും. ജയിക്കില്ല. നോ നെവർ. ആനന്ദം തേനുമ്പത്തേരിൽ. വളരെ സിമ്പിൾ. അതെ. ഒരു കൂടെ കണക്ട് ചെയ്യാൻ പറ്റും.
ഓരത്തുമ്പത്തിരുന്നുയരാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതിപ്പിക്കുമ്പോൾ പാടടി. ക്ലൂ ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാമനൻ ടീമാണ്. പക്ഷെ അവസാനത്തെ മാവേലി ടീമിന് പക്ഷെ അവസാനത്തെ എളുപ്പമായി. നോക്കട്ടെ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. വളരെ എളുപ്പമായിരുന്നു. ലാസ്റ്റ് ചാൻസ് ആണ്. ഭാഗ്യം വേണോടോ, ടൈ ബ്രേക്കർ ഉണ്ടോ? എടുക്കട്ടെ, അതാണ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് എടുത്തേ. ആരെടുക്കണേ? ഐശ്വര്യ ആർക്കാൻ നോക്കട്ടെ. ലാസ്റ്റ് കാർഡാണ്, ലാസ്റ്റ് കാർഡാണ്. അനുകുട്ടി ലാസ്റ്റ് കാർഡാണ്. അനുശ്രീ എടുക്കൂ, ഇത് വേണം, ഇത് വേണം. പെട്ടെന്ന് എടുക്ക്, പെട്ടെന്ന് എടുക്ക്, എടുക്ക്. കറക്റ്റ് എടുത്തിട്ട് ഇതെങ്കിലും പാടിയില്ലെങ്കിൽ വായിച്ചേ, വായിച്ചേ. അറിയില്ല, നോക്കട്ടെ. ഏതാ? പ്രണയം നീയേകുമോ? എന്തത്? പ്രണയം നീയേകുമോ? പ്രണയം നീ കേൾക്കുമോ? പ്രണയം നീയേകുമോ? അതല്ല മോനെ, നീ പാട്ടിന്റെ വരി ഈ പ്രണയം വെച്ചങ്ങ് ഉണ്ടാക്കിയേക്ക. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് പറഞ്ഞു ഇവർക്ക് എങ്ങനെ മനസ്സിലാവുന്ന? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ. നിത്യ പാടിയ പാട്ടാ, പുതിയൊരു പാട്ടാ. നിത്യമാവൻ പാടിയ പാട്ടാ. പാടി നോക്കൂ. അതെ അതെ. ഭാവൻ എല്ലാ പാട്ടും അറിയാം, പക്ഷെ പറഞ്ഞു തരണം പാട്ട് അതല്ല. തെറ്റി, ഇതല്ല പാട്ട്, തെറ്റി അല്ല. പിന്നെ എന്തിനു പാടിച്ചു? പാടി നോക്ക്. അലറേ നീ എന്നില്ലേ, അതേത് പാട്ടാ? അതുമല്ലേ? ഞാൻ പാടുന്നോ? ഞാൻ പാടും, കിട്ടി ചാൻസ് ഞാൻ പാടും. അതല്ലേ അത്? അതിലുള്ള ഓക്കെ, കഴിഞ്ഞു. വീണ്ടും മാവേലിക്ക് വിത്ത് ഞങ്ങളുടെ ഇതായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ 4 പോയിന്റ് ഇപ്പൊ നേർന്നിരിക്കുന്നത്. 2 ഉണ്ട്. ഏതാ വേണം? നന്ദി എടുക്കുന്നു. ആരെടുക്കണം? ഈ ടീമിൽ ആരെടുക്കണം? ഏതെടുത്തു? അതെടുത്തു. ഏതാ? ഒരു രക്ഷയില്ല കേട്ടോ, അവർക്ക് എല്ലാം ഈസിയാ. അങ്ങനെ നമ്മുടെ ഈ ഒരു ആദ്യത്തെ റൗണ്ട് ഇവിടെ വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഒരേപോലെ തന്നെ ടൈ ആണ്. 4 പോയിന്റ് ആണ്. ഇവർക്കൊരു ഇത്തിരി നമ്മൾ കാരണം ഇവർക്ക് കിട്ടിയത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ പിന്നെ എല്ലാം അവർക്ക് സ്റ്റാർട്ടിംഗ് ലൈൻ കിട്ടിയത് കൊണ്ട് മാത്രം നല്ല ഇവർക്ക് അറിയാമായിരുന്നു. അതും കൂടെ പറയണം, അറിയുകയോ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഭാഗ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ചിത്രാമ്മേനെ നിങ്ങളൊക്കെ നേരത്തെ പാട്ടുകൾ ഒരുപാട് കേട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പാട്ട് അവർ പഠിച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചി പാടിയ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സെറ്റിൽ വന്ന് ഇങ്ങനെ നിങ്ങൾ കൂടി ഇപ്പൊ നിങ്ങൾ കൂടുതൽ പഴകി അടുത്തു നന്നായിട്ട്. ചിത്ര ചേച്ചി വന്ന് ഓരോ കറക്ഷൻസ് പറഞ്ഞു തരും എല്ലാം. ഇപ്പൊ നിങ്ങൾക്കുള്ള ആ ഒരു ഫീൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. ചിത്ര ചേച്ചി ഇത്രത്തോളം അടുത്ത് കണ്ട് മനസ്സിലാക്കി ഇപ്പൊ എന്താണ് ഗോകുലിന് ഇപ്പൊ തോന്നുന്നത്? നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഞാനൊക്കെ ഈ ഓഡിഷൻ വരുമ്പോഴും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് സംസാരിച്ച് മേടിച്ച് ഫോട്ടോ എടുത്തിട്ട് പക്ഷെ ഇത്രയും അറിഞ്ഞപ്പം ഇത്രയും വലിയ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാര്, ഒരാള് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോ നമ്മളെക്കാട്ടിലും നമ്മുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് ചിലപ്പം ചിത്ര ചേച്ചി ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വോയിസ് എത്ര സെലിബ്രേഷൻ നടന്നാലും നമ്മളൊന്ന് ഓളിയിടുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് ഒച്ചത്തിൽ സംസാരിക്കുമ്പോ ഇങ്ങനെ നോക്കും. അത് അത്ര ഒരു കൺസേൺ ഉണ്ട് നമ്മളോട്. ഭയങ്കര ഒരു പ്യുവർ ഹാർട്ടഡ് അടിപൊളി ലെജൻഡ് തന്നെയാണ് ചിത്ര ചേച്ചി. ഓക്കെ. എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോ ചിത്ര ചേച്ചി വഴക്ക് പറയോ? അതും ചെയ്യാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ വഴക്കിട്ടിരിക്കുന്ന ആർക്കാ? ഗോകുലിനും അരവിന്ദനോ? അതെന്താ? നമ്മുടെ പെട്ടെന്ന് വോയിസ് അടയും. അതുകൊണ്ട് നമ്മള് സെറ്റിലൊക്കെ ഇരുന്ന് ആവശ്യമില്ലാതെ വേറെ ആൾക്കാർ പാടുമ്പോ നമ്മൾ കുറച്ചും കൂടി സ്ട്രെയിൻ എടുത്ത് കാണല്ലോ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അതുകൊണ്ടാണ് സ്ട്രെയിൻ അധികം കൊടുക്കരുതെന്ന്. ഓക്കെ. നന്ദൻ പറഞ്ഞോ, എന്താണ് ചേച്ചിയുടെ കൂടെ ബാക്കി ജഡ്ജസ് എല്ലാരെയും ആയിട്ടുള്ള ഈ ഒരു അനുഭവം? പണ്ട് ആക്ച്വലി എൻ്റെ അച്ഛൻ കുറെ കാസറ്റ്സ് എനിക്ക് കേൾപ്പിച്ചു തരായിരുന്നു. അതിലൊന്ന് ചിത്രാമ്മയുടെ ഊത്തുകാട് കൃതീസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഡെയിലി കേൾക്കുന്ന ഒരു, ഞാൻ കുഞ്ഞു മുതൽ അത് ഡെയിലി കേൾക്കും. അതും ബോംബെ ജയശ്രീ മാമിന്റെ ഒരു കാസറ്റും
ഡെയിലി കേൾക്കുന്ന ആ കാസറ്റിന്റെ കവറിൽ ഉള്ള ഒരാളായിരുന്നു എനിക്ക് അത്രയും നാള്. അപ്പൊ എനിക്ക് ഈ അച്ഛൻ കൂടുതൽ പ്ലേ ചെയ്യാറുള്ള 2-3 കാസറ്റ്സ് ആയിരുന്നു ഇത്, ബോംബെ ജയശ്രീ മാമിന്റെയും പിന്നെ ചിത്ര ചേച്ചിയുടെയും ഈ ഉത്തുകാട് കൃതീസ് എന്ന് പറഞ്ഞ. അപ്പൊ എനിക്ക് ആ കാസറ്റിലെ പിക്ചർ എന്ന് ഞാൻ ഇങ്ങനെ കാണും, എന്ന് രാവിലെ ഇത് വെക്കും അച്ഛൻ. അത് കണ്ടിട്ടായിരുന്നു എല്ലാ രാവിലെയും സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം സ്റ്റാർ സിംഗറിൽ ചിത്ര ചേച്ചി പാടിയ പാട്ടുകളൊക്കെ ഓബ്വിയസ്ലി നമ്മൾ സിനിമ ഗാനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ സ്റ്റാർ സിംഗറിന്റെ സീസൺ 1 മുതൽ എല്ലാം കാണുമായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്വപ്നം പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ എത്തുന്നു. അപ്പോൾ ഇതിന്റെ ഓഡിഷൻ ഉണ്ടായിരുന്നപ്പോ സർഗോ സാറാണ് വിളിച്ചത്, ഇതിന്റെ ഓഡിഷന് വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറിനൊരു വലിയ താങ്ക്സ്. പിന്നെ ചിത്ര ചേച്ചിയുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിരുന്നു ടെലിവിഷൻ അവാർഡ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ചിത്ര ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾക്ക് ഡിന്നർ. അപ്പൊ ചിത്ര ചേച്ചി ഇങ്ങനെ നമ്മളുടെ ചോറ് വിളമ്പി തരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നിക്കുകയാണെങ്കിൽ മോളെ മാറിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റും. അപ്പൊ എനിക്കിത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കേസ് ചിത്രയാണ്. അപ്പൊ എനിക്കത് ഭയങ്കര അനുഭവം. കേസ് ചിത്ര എൻ്റെ അടുത്തൊന്ന് മാറുമോ മോളെ എന്നൊക്കെ പറയണത്. പിന്നെ ഓഡിഷന് ഫസ്റ്റ് കാണുമ്പോ തൊട്ടേ എനിക്ക് ദൂരെ നിന്ന് എനിക്ക് ചിത്ര ചേച്ചി ഇരിക്കുന്ന കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര ക്ലിയർ പിക്ചർ ഇല്ല. പിന്നെ അതിനുശേഷം വന്നിട്ട് അടുത്തിരുന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പേരെന്താന്നൊക്കെ ചോദിച്ചു. കാരണം ഓഡിഷൻ നമ്മൾ ജസ്റ്റ് പാടിയിട്ട് അവിടെ പോയി ഇരിക്കുക ചെയ്തത്. അപ്പൊ ചിത്ര ചേച്ചി വന്ന് സംസാരിച്ചു. അപ്പൊ എനിക്കിപ്പോഴും ആ സംസാരിച്ച എന്താന്ന് പോലും ഓർമ്മയില്ല. ബിക്കോസ് എന്റെ തലയിൽ കേസ് ചിത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരാളുടെ കൂടെയാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ അതെല്ലാം മാറി, ഇപ്പൊ വളരെ നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ്. എനിക്ക് ഒരിക്കലും അങ്ങനെ മാറും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ആ ഒരു ഇത് തന്നെയാണ് എന്ന് കണ്ടാലും. ഇനി ഞാൻ ഭവന്റെ അടുത്ത് ചോദിക്കട്ടെ, ഭയങ്കര ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞു, മന്തിയാണ് ഏറ്റവും ഇഷ്ടം കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. ഇങ്ങനെ പാട്ട് പാടുന്ന ഇത് ചോദിക്കട്ടെ, പാട്ട് പാടുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ തണുത്ത വെള്ളം കുടിക്കില്ല, ഐസ്ക്രീം കഴിക്കില്ല, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഭവൻ ചെയ്യാറുണ്ടോ? ഞാൻ തണുത്തത് യൂസ് ചെയ്യാറുണ്ട് ആക്ച്വലി. ഇപ്പൊ നമുക്ക് ഈ ഒരു ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് റിഹേഴ്സൽ സമയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് മാത്രമേ ഒഴിവാക്കാറുള്ളൂ. വീട്ടിലൊക്കെ പോയി ഞാൻ സാധാരണ യൂസ് ചെയ്യലുണ്ട്. എനിക്ക് അങ്ങനെ ത്രോട്ടിന് അത്ര പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, അപ്പൊ യൂസ്ഡ് ആണ് അല്ലേ? ഭക്ഷണത്തിന്റെ വേറെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല. പാട്ട് പാടുന്നതിനും കഴിക്കാറുണ്ട്, പൊതുവെ എല്ലാം കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പം ഇത് പാടുന്നതിന് തൊട്ട് മുമ്പ് എത്ര നേരത്തിന് മുമ്പായിരിക്കും ഭക്ഷണം? അങ്ങനെ നോക്കുന്നുണ്ടോ? ഇല്ല, നമ്മള് വീട്ടിലാകുമ്പോഴൊന്നും അങ്ങനെ നോക്കാറില്ല. അല്ല, ഇപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ പെർഫോമൻസിൽ വേണ്ടിയിട്ട് പാടാൻ വേണ്ടിട്ട് പോണു, നമ്മുടെ ഒരു പെർഫോമൻസിന് വരിക. അപ്പൊ ചില ആൾക്കാര്, ഇപ്പം എന്റെ ഹസ്ബൻഡ് ഒരു സിംഗറാണ്, അപ്പൊ നീലണ്ണൊക്കെ ആണെങ്കിലും വയറ് ഇങ്ങനെ ഒരുപാട് വയറ് നിറച്ച് കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു എംപ്റ്റി സ്റ്റൊമക്കിലാണ് അദ്ദേഹം പാടാൻ നോക്കുന്നത്. അതുപോലെ ഇപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഒരു ലഞ്ചിന്റെ മുമ്പ് അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം എന്നൊക്കെയുള്ള ഒരു സമയമാണ് നമുക്ക് പാടാനുള്ള കിട്ടുന്നതെങ്കിൽ ഇപ്പൊ ലഞ്ച് വളരെ കുറച്ച് തന്നെ കഴിക്കുള്ളൂ. ചോറാണെങ്കിൽ പോലെ എന്താണെങ്കിലും കുറച്ച് കഴിച്ചിട്ട് അപ്പോഴേ നമുക്ക് അല്ലാതെ ശ്വാസം എടുക്കാൻ. അതെ ഞാൻ ചോദിക്കുന്നത്, ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഇനി അങ്ങനെ അല്ലാത്തതും ഉണ്ടോ? അല്ലാത്തതുകൊണ്ട് പിന്നെ വയറ് നിറഞ്ഞിട്ടും പാടാൻ പറ്റുന്നവരും ഉണ്ടാവും അല്ലേ? കുഴപ്പമില്ലാത്തവരും ഉണ്ട്. ഓരോ പോലെ അല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും, ആസിഡ് റിഫ്ലക്സിന്റെ വരാതിരിക്കാനൊക്കെ ആയിട്ട്, അങ്ങനെ ഇതൊക്കെ ആയിട്ട്. അനുശ്രീയുടെ അടുത്ത് ചോദിക്കട്ടെ, അനുശ്രീ ശരിക്കും ഈ ഒരു സ്റ്റാർ സിംഗറിലേക്ക് അയച്ചപ്പോ ഇതിൽ സെലക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ഞാൻ ഇതിന്റെ മുന്നേ വേറൊരു ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പം സൂപ്പർ 4 ആണ്. അപ്പൊ അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോഴും ആൾക്കാരൊക്കെ ചോദിക്കുക, സ്റ്റാർ പാടിയിട്ടുണ്ടോ, സ്റ്റാർ സിംഗറിൽ പാടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇത് സ്റ്റാർ സിംഗർ അത്രയും ആയിട്ടുള്ള സംഭവം. അതെ. അപ്പൊ എനിക്ക് എന്റെ ടീച്ചറായിരുന്നു ഇതിന് ഓഡീഷന് പോകണമെന്ന് എന്നോട് പറഞ്ഞത്. കിട്ടുമെന്ന് വിചാരിച്ചില്ല, കാരണം അത്രയും ഫസ്റ്റ് ഓഡിഷൻ തന്നെ അത്രയും നല്ല പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എന്നെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരിക്കും എനിക്ക് അതിൽ കിട്ടിയതിന് ശേഷം കുറെ ആൾക്കാർ ഇത് പറഞ്ഞ പോലെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങി. മുൻപ് പോയ ഷോനേക്കാളും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കൂടാതെ എന്റെ പാട്ടിനും എനിക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കുറവുകളൊക്കെ മനസ്സിലായത്, ഗ്രൂമിങ്ങിൽ കുറെ
ശരിയാക്കി തരുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നല്ല തന്നെയാണ് സ്റ്റാർ സിംഗറിൽ വന്നിട്ട്. അപ്പൊ ഇതിലേക്ക് അയച്ചപ്പോഴും ഇങ്ങനെ നമുക്ക് അനുശ്രീ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുന്നോ അങ്ങനെ ഒരു ഇത് ആ ഒരു ഫീലും കൂടെ എങ്ങനെയായിരുന്നു? വിചാരിച്ചിരുന്നോ ശരിക്കും? ഇല്ല ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മളെ വിളിച്ചത് ഒരു ഫൈനൽ ഓഡിഷൻ കൂടെ ഉണ്ടായിരുന്നു. ഫ്ലോറിൽ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അതിൽ 32 പേരുണ്ടായിരുന്നു. അതിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചില്ല എന്നെ വിളിക്കും എന്നുള്ളത്. അവിടുന്ന് വീണ്ടും സെലക്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നത് നമ്മളിങ്ങനെ ഓർക്കുന്നില്ലല്ലോ. അങ്ങനെ വെറുതെ പാടുന്നു. ചിത്രാമ്മേന്റെ മുന്നേ പാടാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യം. അല്ലാണ്ട് ഷോയിലേക്ക് എടുക്കുന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. ഒരുപാട് സന്തോഷമായി. സന്തോഷം. ഓക്കെ. ഇനി ഞാൻ അരവിന്ദിന്റെ അടുത്ത് ചോദിക്കട്ടെ. അരവിന്ദ്, എനിക്കിപ്പം നന്നായിട്ട് അല്ലാതെ അറിയാം ഫാമിലിയിലായതുകൊണ്ട്. അരവിന്ദ് ഒരുപാട് ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ എല്ലാവരെയും കാട്ടിലും ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേജിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതും ഇതുപോലത്തെ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരിക്കുന്നതും അരവിന്ദൻ തന്നെയായിരിക്കും അല്ലേ? നിങ്ങള് എനിക്ക് ബാക്കി എല്ലാവരെയും അത്രയും അറിയില്ല. ഭവനും അപ്പൊ എത്ര എണ്ണത്തിൽ പങ്കെടുത്തിട്ട്? എത്ര? അഞ്ചാമത്തെയാണ്. അരവിന്ദിന്റെയോ? 7ാമത്തെ. അതാ ഞാൻ പറഞ്ഞത്, കൗണ്ട് കൂടുതൽ അരവിന്ദിന്റെ ആയിരിക്കും. കാരണം എനിക്കറിയാം അരവിന്ദൻ ഇവിടെയും ബോംബെയിലും ഒരിടയ്ക്ക് ഫുൾ ടൈം ദിലീപേട്ടൻ ഇവന്റെ അച്ഛൻ ഇവനെ കൊണ്ട് ഫുൾ ടൈം ഇങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ അതെ ഇപ്പോഴും അച്ഛൻ തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഷോയിൽ പോയിട്ടില്ലേ? അപ്പം ഒരുപാട് സ്റ്റേജിൽ പോയിട്ടുണ്ട്, ഒരുപാട് ഇതേപോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഈ ഒരു വേദിയിൽ വന്നപ്പോൾ പുതിയതായിട്ട് അരവിന്ദൻ പഠിച്ചത് ഇത്രയും നാളും നിന്നും പുതിയതായിട്ട് പഠിച്ചെടുത്ത ഏതായിരിക്കും? കമ്പാരിറ്റീവ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നതും എല്ലാം ആ എക്സ്പോഷർ കൂടുതലും കിട്ടിയ സ്റ്റാർ സിംഗറിന് ശേഷം. ഇപ്പോൾ അനു പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് ഏത് റിയാലിറ്റി ഷോ, മലയാളികൾക്ക് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന പേര് സ്റ്റാർ സിംഗർ എന്ന് വരുള്ളൂ. അപ്പൊ നമ്മള് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെന്നെ വേറൊരാളടുത്ത് പരിചയപ്പെടുത്താണ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തേക്ക് ആൾ ആദ്യം ചോദിക്കുക സ്റ്റാർ സിംഗർ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ആ ഒരു ഷോന്റെ തന്നെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഇപ്പൊ പാടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എത്രത്തോളം ടെൻഷൻ ഇല്ലാണ്ട് പാടാൻ പറ്റുന്നു അത്രത്തോളം നന്നായി. ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് പാടാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കുറവായിട്ട് തോന്നിയത്, ഐ മീൻ കുറഞ്ഞു പാടാൻ പറ്റിയത് സ്റ്റാർ സിംഗറിന്റെ വേദിയിലാണ്. ഓക്കെ. അപ്പൊ അത് നമ്മുടെ ഷോ പ്രൊഡ്യൂസർ സർഗു സാറും ടീമും എല്ലാവരും നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ, മൊത്തത്തിൽ നിങ്ങൾ ഗ്രൂം ചെയ്യുന്നതും എല്ലാം അങ്ങനെ ഒരു അല്ലെ നിങ്ങളിലെ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓക്കെ, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി. കമ്പാരിറ്റീവ്ലി നമ്മൾക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ, കുറച്ചും കൂടെ ഒരു നല്ലൊരു കംഫർട്ട് സോൺ തോന്നുമല്ലോ. അതൊരു പക്ഷെ അതിനൊക്കെ ഒരു ഭാഗം ബാക്കിയുള്ള കൂടെയുള്ളവരും എല്ലാം കൂടി ആയിരിക്കാം അല്ലെ. ഇവിടെ അധികം മിണ്ടാതിരിക്കുന്ന വേറൊരാളുണ്ട്, ഗോകുലും ഭവനും ഭവിൻ ഗോകുലും ഭവനും കൂടെ ചേർന്ന് ഒരു പാട്ട് പഠിക്കണേ. പ്രൊഡ്യൂസർ ചോദിക്കുന്നു ഹരിമുരളീരവൻ പാടുവോന്ന്. ഇല്ല, പ്രൊഡ്യൂസർ ആള് കൊള്ളാം. പാടിയോ? റെഡിയാണോ? എന്നാ പഠിക്കോ. 1 2 3 മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ഒന്നു വന്നാട്ടെ അതില്ലു നിന്നാട്ടെ, നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ മൈൽസ്റ്റോൺ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ഒരുമിച്ച്. ഹാപ്പി ഓണം.